എവിടെ നിന്ന് വന്നുവെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ടീച്ചർ. ആകെ അറിയാവുന്നത് പേര് രേണുക എന്നത് മാത്രം. അവൾ എന്റെ മോള് ഗർഭിണിയായിരുന്നില്ലേ സിസ്റ്റർ? എന്റെ സ്നേഹമോള്, അവളെ എനിക്ക് നഷ്ടാവോ മദർ? നീ എന്താ മോളെ പറഞ്ഞത്? ഇല്ലെന്നോ? അതായത് എന്റെ മോള് തിരിച്ചു വരില്ലെന്നോ? അതെ, ടീച്ചർക്ക് വിഷമം ഉണ്ടാവുമെന്നറിയാം, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. രേണുക ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അത് നിനക്കെങ്ങനെ അറിയാം? പറ, എനിക്കത് അറിയണം. എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണം. ടീച്ചറെ, പറയാൻ നിങ്ങൾ എന്തോ ഒന്നും പറയാത്തെ? എന്റെ മോൾക്ക് എന്ത് പറ്റി? എനിക്കത് അറിയണം. ടീച്ചറെ, എന്നായാലും ടീച്ചർ അത് അറിഞ്ഞല്ലേ തീരൂ. കാത്തിരുന്ന് ഇങ്ങനെ നീറി കഴിയുന്നതിലും ഭേദമാണല്ലോ അത്. രേണുക മരിച്ചു എന്നത് സത്യമാണ്. சீக்கிரமா வாங்க அம்மா. ഹലോ, ഹോസ്പിറ്റൽ അല്ലേ?
മദർ മാർഗ്രറ്റ്, അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കണ്ണീരൊപ്പുന്ന കർത്താവിന്റെ തിരുമണവാട്ടി, സർവോപരി അനാഥരുടെ അമ്മ. ആം ഐ കറക്റ്റ്? അറിയോ ആരാണ് നിങ്ങൾ? ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. മര്യാദയ്ക്ക് നിങ്ങൾ പുറത്തു പോകുന്നുണ്ടോ അതോ? പോകാം മദർ, പോകാം. പക്ഷേ മദറിന്റെ ഒരു ചോദ്യത്തിന് മാത്രമേ ഞാൻ ഉത്തരം പറഞ്ഞുള്ളൂ. ഇനി രണ്ടാമതൊരു ചോദ്യം കൂടിയില്ലേ? നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, അതായത് എനിക്ക് എന്താണ് വേണ്ടതെന്ന്. എന്തിനാണ് മദർ വെറുതെ? ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞില്ലേ? പ്ലീസ്. എന്താ മദർ ഇത്? കർത്താവിനെ കൂപ്പുന്ന ഈ പവിത്രമായ കൈകൊണ്ട് എന്നെ, അതും ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ? പാടില്ല. മദർ ഒരു സഹായം മാത്രം ചെയ്തു തന്നാ മതി. ആ രേണുക, ആ ആക്സിഡന്റ് ആയ കുട്ടിയില്ലേ, അവളുടെ കാര്യത്തിൽ മദർ വെറുതെ ഇങ്ങനെ ഇടപെടണ്ട. അവളെ മരണത്തിന് വിട്ടേക്ക്. ആലോചിക്കും, ശരിക്കൊന്ന് ആലോചിക്കാൻ. തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം. മറ്റാരുടെയും വിലപ്പെട്ട ജീവൻ മദറായിട്ട് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ചും ഇവിടുത്തെ അനാഥ കുട്ടികളുടെ ജീവൻ. ഓർമ്മയിരിക്കട്ടെ. ഹലോ, മേരിമാത ആശ്രമമല്ലേ? അതെ. കടൽ തീരത്തൊരു ശവം അടിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് മിസ്സായ പെൺകുട്ടിയുടേതാണോ എന്നൊരു സംശയം. കർത്താവേ, അത് രേണുകയായിരിക്കരുത്. ആരെന്നോ എന്തെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു ടീച്ചർ. ആകെ അറിയാവുന്നത് പേര് രേണുക എന്നത് മാത്രം. പിന്നെ എനിക്കറിയാമായിരുന്നു എന്റെ പൊന്നുമോള് ജീവിച്ചിരിപ്പില്ലെന്ന്. എനിക്കറിയാമായിരുന്നു. എങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഇനി ഞാൻ അവൾ എന്റെ മോള് ഗർഭിണിയായിരുന്നില്ലേ സിസ്റ്റർ? ആ കുഞ്ഞ് അവള് എന്റെ രേണുക മോളുടെ കുഞ്ഞ്. മോള് വന്നേ, ദേ ഫിലിപ്പോസങ്ങൾ അന്വേഷിക്കുന്നു. ഈ ലോകം കാണാതെ ആ കുഞ്ഞും എന്റെ മോളോടൊപ്പം പോയി അല്ലേ സിസ്റ്ററെ?
ഫിലിപ്പോസേ, മോളെ പുറത്തെങ്ങാനും കൊണ്ടേ കളിപ്പിക്കും. ഇവിടെ ഇരുന്നേ. എന്തിനാ? ഞാൻ ഒരു കടങ്കഥ ചോദിക്കട്ടെ, തെറ്റാതെ ഉത്തരം പറയണം. പറ നോക്കട്ടെ. അമ്മ കറുമ്പി, മോള് വിളമ്പി, മോളുടെ മോളൊരു സുന്ദരി കോത. എങ്ങനെ എങ്ങനെ? അമ്മ കറുമ്പി, മോള് വിളമ്പി, മോളുടെ മോളൊരു സുന്ദരി കോത. ഒന്ന് വിശദമായി പറയട്ടെ കൊച്ചേ, ഇങ്ങോട്ട് കേറിയിരി. മോളൊന്ന് തെളിച്ചു പറഞ്ഞേ. ഫിലിപ്പോസങ്ങളുടെ നിറം കറുപ്പ്, അനമതിയുടെ നിറം വെളുപ്പ്. അപ്പൊ ഫിലിപ്പോസങ്ങളുടെ കൊച്ചിന്റെ നിറം എന്തായിരിക്കും? പച്ച. അതെങ്ങനെയാങ്ങളെ? അവള് അങ്ങനെയാ മോളെ. പെട്ടെന്ന് ഈ മനമാറ്റത്തിനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് നശിപ്പിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നിനക്കത് നേരത്തെ ആവാമായിരുന്നല്ലോ. എന്റെ സ്നേഹമോള്, അവളെ എനിക്ക് നഷ്ടമാവോ മദർ? ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോൾ ചില നേട്ടങ്ങൾ നമ്മെ തേടിയെത്തും ക്ലാരെ. എന്റെ ജീവിതത്തിൽ ഇന്നോളം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇല്ല മദർ, സ്നേഹമോളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ക്ലാരയുടെ ജീവിതത്തിൽ ഇനി ഒരു നേട്ടവും വേണ്ട, ഒന്നും.